എന്നെ മറന്നോ? ദൈവം പോലും ഉപേക്ഷിച്ചുവോ? അതൊരു ചോദ്യമാണ്. നമ്മളും ചോദിക്കാറുണ്ട്, ദൈവമേ നീ എന്നെ അങ്ങനെ കളഞ്ഞോ? ഈ ആത്മാവിൻ്റെ പാതിരാത്രിയിൽ കൂടെ ഈ കസേരയിലിരിക്കുന്ന നിങ്ങളോ ഞാനോ ഒക്കെ പോയിട്ടുണ്ട്. ചില രോഗം, വേദന, കണ്ണീര്, അപകടം. ഇയ്യോബ് പോയിട്ടുണ്ടല്ലോ. ഇയ്യോബ് വലിയ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ചില നേരങ്ങളിലെങ്കിലും അയാൾ പാളിയതിൻ്റെ സൂചനയുണ്ട്. ഇയ്യോബ് 6:3 ഉദാഹരണമാണ്. ഞാൻ തുണയില്ലാത്തവനല്ലയോ? രക്ഷ എന്നെ വിട്ടുപോയില്ലയോ? ദൈവം കളഞ്ഞല്ലോ. ഇയ്യോബ് പോയിട്ടുണ്ട്. ഇരമ്യാവ് വലിയ പ്രവാചകനാണ്. പക്ഷെ ചില നേരങ്ങളിലെങ്കിലും അയാളിങ്ങനെ പാളിയതിൻ്റെ സൂചനയുണ്ട്. വിലാപങ്ങൾ കരച്ചിലിൻ്റെ പുസ്തകമല്ലേ? 5:20 ഇങ്ങനെയാണ്, അപ്പാ നീ സദാകാലത്തേക്ക് ഞങ്ങളെ മറക്കുന്നത് എന്താ? കർത്താവ് അങ്ങനെ ആത്മീയ മരണത്തിലൂടെ പാതിരാത്രിയിലൂടെ പോയിട്ടില്ല. പക്ഷെ കുരിശിൽ ഒരു ചോദ്യമുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ടെന്നെ? അത് കർത്താവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ വേദനയിൽ നിന്നുള്ള നിലവിളിയാണ്. ഒരാൾ കടന്നു പോകാവുന്ന എല്ലാ ഹ്യൂമൻ പെയിനിലൂടെയും കടന്നുപോയി. മനുഷ്യവേദനയാണല്ലോ പെരുന്നാളെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ നാട് മുഴുവൻ വെട്ടമിട്ടിട്ടുണ്ട്, നമ്മൾ വലിയ അലങ്കാരമൊക്കെ ചെയ്യുന്നെങ്കിലും പെരുന്നാളെന്താ? വി സെലിബ്രേറ്റ് ദ പെയിൻ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഒരു 18-ാം തീയതി മുതൽ 21-ാം തീയതി വരെ മൈലാപ്പൂരിലെ ആ മണ്ണിൽ ഒരാൾ കുന്തമേറ്റ് അത് വലിച്ചൂരാനാകാതെ പിടഞ്ഞ 72 മണിക്കൂറുണ്ട്. ദ ലോങ് 72 hours. ആ 72 മണിക്കൂർ ഈ കുന്തം ശരീരം തുളച്ച് പുറത്തു വന്നു. ഒരു ശൂലം കണക്കെ ഇങ്ങനെ തിരിയാനോ മറിയാനോ ആകാതെ ചോര വാർന്നൊഴുകി നമ്മുടെ അപ്പൻ കടന്നതാണ്. ആര്? സെന്റ് തോമസ്. ആ 72 മണിക്കൂറിൻ്റെ വേദനയാണ് നമ്മൾ ഇങ്ങനെ പാട്ടുപാടി ആഘോഷിക്കുന്നത്. വി സെലിബ്രേറ്റ് ദ പെയിൻ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അതിന് നമ്മൾ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും പ്രധാനം. നാളെ സമൂഹ ബലി, മറ്റന്നാൾ മൂന്നിന്മേൽ കുർബാന. എന്തിനാണ് നമ്മൾ ഈ നമ്മുടെ അപ്പൻ്റെ പോലും ഓർമ്മയ്ക്ക് പോലും കുർബാന ചൊല്ലിക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, ഏറ്റവും വലിയ ഓർമ്മ കർത്താവിൻ്റെ ബലിയാണ്, വിശുദ്ധ കുർബാനയാണ്. ആ കർത്താവിൻ്റെ ഓർമ്മയോട് നമ്മുടെ അമ്മച്ചിയുടെ ഓർമ്മ ചേർത്ത് വയ്ക്കുക ഞായറാഴ്ച. ആ യേശുവിൻ്റെ ഓർമ്മയോട് ചേർത്ത് വയ്ക്കുന്നില്ലെങ്കിൽ നമ്മുടെ അമ്മച്ചിയുടെ ആത്മാവിൻ്റെ ഓർമ്മയ്ക്ക് എക്സിസ്റ്റൻസ് ഇല്ല. അല്ലെങ്കിൽ പിന്നെ അമ്മച്ചിയുടെ ആണ്ടിന് കുർബാന വേണ്ട, വീട്ടിൽ കൂട്ടായ്മ നടത്തിയാൽ മതി. പൂർണ്ണമല്ല. ഒരാളുടെ ഓർമ്മ മാത്രമേ പ്രസക്തമായിട്ടുള്ളൂ, അത് യേശുവിൻ്റെ ഓർമ്മയാണ്, അത് ബലിയാണ്. ആ ബലിയോട് പരിശുദ്ധന്മാരുടെ ഓർമ്മ ചേർത്ത് വയ്ക്കുമ്പോഴാണ് കുർബാനയിൽ അത് പൂർത്തീകരിക്കുന്നത്, വേറെ ഒന്നിലുമല്ല. നമ്മുടെ അമ്മച്ചിയുടെ അപ്പച്ചൻ്റെയോ 41 78 ഏതായിരുന്നാലും കുർബാന ചൊല്ലിക്കുന്നത് അതിനാണ്. ആ വലിയ ഓർമ്മയോട് നമ്മുടെ അപ്പൻ്റെ ഓർമ്മ ചേർത്ത് വയ്ക്കുക. പക്ഷെ ഇത്ര നാൾ ചൊല്ലിച്ചിട്ട് നമുക്കത് അറിയാൻ പാടില്ല. പോകട്ടെ, നാം ഇന്നൊരു വേദനയുടെ പെരുന്നാളാണ്. വി സെലിബ്രേറ്റ് ദ പെയിൻ ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ആ കൊടിയുടെ രൂപം കാണുമ്പോഴെങ്കിലും കഴുത്തു മുറിഞ്ഞ വേദന ഉള്ളിൽ തികട്ടി വരാറുണ്ടല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? നമ്മളൊക്കെ കടന്നു പോകുന്നൊരവസ്ഥയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യം. ലൈഫ് ഇമേഴ്സ്ഡ് ഇൻ മെലങ്കളി, വിഷാദം. നമ്മളൊക്കെ വിഷാദത്തിലാണ് പലപ്പോഴും. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 270% മാനസിക രോഗികളുടെ എണ്ണം വർദ്ധിച്ചത്. ആലോചിച്ച് നോക്കിക്കേ, കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് നമ്മുടെ സൗകര്യങ്ങൾ എത്രമേൽ കൂടി. അടുപ്പ് പണ്ടൊരു 10-20 വർഷം മുമ്പ് തറയിലല്ലായിരുന്നോ? അത് തോളൊപ്പം വന്നില്ലേ? അമ്മച്ചി കുനിഞ്ഞു കിടന്ന് കത്തിച്ചു, ഇപ്പം നമ്മൾ വെടിവെച്ച് കത്തിക്കുന്നു. അങ്ങനെയാണ്. അമ്മിക്കല്ല് ഇപ്പം ഇല്ലല്ലോ, അത് തോളൊപ്പം വന്നു അല്ലേ? അലക്കുകല്ല് തോളൊപ്പം വന്നു. എല്ലാ സൗകര്യങ്ങളും തോളൊപ്പം വന്നു. സ്വസ്ഥത മാത്രം താഴോട്ട് പോയി. പണ്ട് ഇത്രയും സൗകര്യങ്ങളില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ വിഷാദം കുറെ കൂടെ കൂടിയിട്ടുണ്ട്. ആത്മീക മരണങ്ങൾ, ആത്മാവിൻ്റെ പാതിരാത്രി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. 1990-കളിൽ
ഒരു വാനമ്പാടി മലയാളത്തിലുണ്ടായിരുന്നു. AR റഹ്മാൻ കണ്ടെടുത്ത ഇളയരാജയുടെ പാട്ടുകൾ പാടിയ ഒരു ഗായിക മിൻമിനി. ചിന്ന ചിന്ന ആശ മുതൽ പാതിരാവായി നേരം മുതൽ എത്ര പാട്ടുകളാ കിളിനാദം. പക്ഷേ ഒരു ഗായിക എന്ന നിലയിൽ തൻ്റെ പ്രൊഫഷൻ്റെ കരിയറിൻ്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മിൻമിനിയുടെ ശബ്ദം ഇടറിത്തുടങ്ങിയത്. ക്രമേണ അത് നഷ്ടപ്പെട്ട് പൂർണ്ണമായും ശബ്ദമില്ലാതെ ഒരു ഡിപ്രഷനിലേക്ക് പോയി. മാസങ്ങളോളം വർഷങ്ങളോളം മിൻമിനി പുറത്ത് ആരോടും മിണ്ടാതെ മുറിയടച്ചിരുന്നു. ഒരു ഗായികയുടെ ശബ്ദമാണ് നഷ്ടപ്പെട്ടത്. എന്തു ചെയ്യും? ഒരു കത്തോലിക്ക പാരമ്പര്യത്തിലെ സ്ത്രീയാണ്. എന്നും കുർബാനയ്ക്ക് പോകുന്ന കൊന്ത സദാ കയ്യിലുള്ള ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ ആ സ്ത്രീ അതിനെ അതിജീവിച്ചത് ഈ ജപമാലയിലെ മണിമുത്തുകളിലും ഒക്കെയാണ്. ആ നാളുകളിലൊക്കെ മിൻമിനിയുടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ വല്ലാതെ സങ്കടം തോന്നും. മിൻമിനി പാടിയ ഒരു പാട്ടുണ്ട്, ദൈവം എൻ്റെ ഏറ്റവും നല്ലത് തിരികെ എടുത്തോ എന്നൊരു സന്ദേഹം. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്ന നേരം. ജോൺ പൈനുകുലച്ചന്റെ വരികള് മിൻമിനി ആത്മാവിൽ നിന്ന് പാടുന്നുണ്ട്. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്ന നേരം. നീ എന്നെ വെടിഞ്ഞോ ദേവാ, എൻ മാനസം നീറുന്ന നേരം. മനോഹരാണ്. ചുണ്ടുകൊണ്ടല്ല, ആത്മാവിൻ്റെ സംഗീതമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരൊക്കെയോ മോളി ഗൂഗിളൊക്കെ തപ്പി അത് കേൾക്കുമ്പോൾ ആർദ്രമായൊരു വിഷാദം നമ്മയും തഴുകും. നീ എന്നെ മറന്നോ നാഥ, എൻ ഹൃദയം ഉരുകുന്ന നേരം. നീ എന്നെ വെടിഞ്ഞോ ദേവാ, എൻ മാനസം നീറുന്ന നേരം. ഒരു കാലം കഴിഞ്ഞപ്പോഴ് മിൻമിനി തൻ്റെ ജീവിതത്തിലേക്കൊക്കെ തിരികെ വരുന്നുണ്ട്. ആ ഗായികയുടെ പഴയ പ്രതാപം തിരികെ വന്നില്ലെങ്കിലും പിന്നെയും പാടി ഒത്തിരി പാട്ടുകൾ. ഇത് ആത്മാവിൻ്റെ അർദ്ധരാത്രിയാണ്. നമുക്ക് പ്രിയപ്പെട്ടതിനെ ദൈവം തിരികെ എടുക്കുമ്പോൾ അപ്പാ എന്നെ മറന്നോ? ഗുജറാത്ത് ഭൂകമ്പം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവാം. ഗുജറാത്ത് ഭൂകമ്പം നടന്ന നാളുകളിൽ ഒരു സ്ത്രീക്ക് വലത് കൈ നഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടി, അവളുടെ പേര് പൃഥ ദേശായി എന്നാണ്. അവളൊരു അനുഗ്രഹിക്കപ്പെട്ട ചിത്രകാരിയായിരുന്നു. അവളുടെ ചിത്രങ്ങൾ ലോകം ശ്രദ്ധിച്ചു തുടങ്ങി. അനുഗ്രഹിക്കപ്പെട്ട ചിത്രകാരി. പക്ഷെ അവൾക്ക് നഷ്ടപ്പെട്ടത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വലം കൈയാണ്. മിൻമിനിക്ക് ശബ്ദം പോയതുപോലെ പൃഥയ്ക്ക് ഭൂകമ്പത്തിൽ വലം കൈ പോയി. അവളിങ്ങനെ വലം കൈ നഷ്ടപ്പെട്ട ഒരു ചിത്രകാരി പിന്നെ എന്നാ ചെയ്യാനാണ്? ആത്മഹത്യ ചെയ്യണമോ എന്ന് പലരും ആലോചിച്ചേക്കാം. വേറൊന്നും വഴിയില്ല. എന്നാൽ അവൾ മെല്ലെ പെന്നെ ഇടം കൈ കൊണ്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഇടം കൈ കൊണ്ട് വരച്ചു തുടങ്ങി. പിന്നീട് അവൾ ഇടം കൈ കൊണ്ട് വരച്ച ചിത്രങ്ങൾ ആർട്ട് ഗാലറികളിൽ, എത്രയോ ചിത്രമേളകളിൽ പ്രദർശന വസ്തുവായി, എക്സിബിഷനായി. അവൾ പറയണൊരു കാര്യമുണ്ട്. അപ്പോഴവൾ ദൈവത്തെ വിട്ടില്ല. ദൈവം എന്നെ കളഞ്ഞോ എന്ന് ചോദിച്ചില്ല. അവൾ പറഞ്ഞു, എൻ്റെ ദൈവത്തിന് എൻ്റെ വലങ്കൈയോട് വല്ലാത്ത ഇഷ്ടം തോന്നിയിട്ടുണ്ടാവാം. എൻ്റെ ദൈവത്തിന് എൻ്റെ വലങ്കൈയോട് വല്ലാത്തൊരു പ്രിയം തോന്നിയിട്ടുണ്ടാവാം. ഏറ്റവും പ്രിയമുള്ളതിനെ എൻ്റെ ദൈവം തിരികെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പൃഥയുടെ വാക്കുകൾക്ക് സ്വർണ്ണ നിറമാണ്. പൃഥയുടെ വാക്കുകൾക്ക് തേനിൻ്റെ മധുരമാണ്. നമുക്കൊരു സങ്കടം ഉണ്ടാവുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ, ദൈവം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതിനെ തിരികെ എടുത്തു അപ്പാ നന്ദിന്ന്? പറയില്ല. ഞാൻ നാളെ ഒരു ദേവാലയത്തിൽ പകലൊരു ധ്യാനം എടുക്കുന്നുണ്ട്. നിരന്തരമായ ധ്യാനയാത്രകൾ. നാളെ ഒരു ദേവാലയത്തിൽ ഞാൻ ഇന്ന് അവിടെ ധ്യാനത്തിൽ സംബന്ധിക്കേണ്ട ആ ഭാഗത്തുള്ള ഒരു സ്ത്രീയെ അവിചാരിതമായി കണ്ടു. ഞാൻ പറഞ്ഞു, ഞാൻ നാളെ അവിടെ ഉണ്ട്, ഞാൻ വരില്ല, ഞാനിപ്പോൾ അതൊക്കെ നിർത്തി വച്ചോ.
അല്ലെങ്കിൽ എൻ്റെ ചില ചോദ്യങ്ങൾക്ക് അച്ഛൻ ഉത്തരം തന്നാൽ ഞാൻ വരാം. ആ സ്ത്രീയുടെ സഹോദരൻ കുറേ നാൾ മുമ്പ് നഷ്ടപ്പെട്ടതാണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നാളെ വരൂ, നമുക്ക് സംസാരിക്കാം. വളരെ ആത്മീകമായി വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവൾ പറയുകയാണ്, ഞാനതൊക്കെ നിർത്തിവെച്ചോ, അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ടി വരും. നമ്മൾ ഈ ആത്മാവിൻ്റെ പാതിരാത്രി കൂടെ കടന്നു പോകുന്നതാണ്. ജീവിതത്തിൽ ചില പ്രിയങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നീ എന്നെ മറന്നോ, നീ എന്നെ കളഞ്ഞോ. ആത്മഹത്യകളുടെ കാലമാണ്. ഡിപ്രഷൻ. കോവിഡിന് തൊട്ടു മുമ്പുള്ള വർഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന പഠിക്കാനെടുത്ത വിഷയം ക്യാൻസർ അല്ല, ഹാർട്ട് ഡിസീസസ് അല്ല, ഡിപ്രഷനാണ്. വിഷാദം. ഒരു വിഷാദത്തിൻ്റെ കല്ല് നമ്മുടെ ഉള്ളിലുണ്ട്. എന്താ നമുക്കറിയില്ല. ചിരിയില്ല, സന്തോഷമില്ല. അതെ, അതിനവർ കണ്ടെത്തിയ ഒരു ക്യാമ്പയിനിങ്ങിനാണ്, ലെറ്റ്സ് ടോക്ക്. ആരോടെങ്കിലും ഒക്കെ മിണ്ടുക. ഒന്നും മിണ്ടാത്ത ജീവിതങ്ങളുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും ഉത്തരം ഈ ലോകം തരുമെന്ന് പറയും. പക്ഷെ ഈ പുസ്തകം തരുന്നിടത്തോളം ഉത്തരം. ലോകത്തെ ഏറ്റവും നല്ല പുസ്തകങ്ങളുണ്ടല്ലോ. ഏറ്റവും നല്ല പുസ്തകം മോട്ടിവേഷണൽ പുസ്തകങ്ങളാണ്. നമ്മുടെ കുട്ടികൾ വായിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഏണസ്റ്റ് ഹെമിംഗ്വേയുടെയൊക്കെ പുസ്തകങ്ങളാണ് ലോകത്തെ ഹയസ്റ്റ് മോട്ടിവേഷണൽ തോട്ട്സ്. അദ്ദേഹത്തിൻ്റെ കിഴവനും കടലും, ഓൾഡ് മാൻ ആൻഡ് സീ, 76 ദിവസം എത്രയാണെന്ന് എൻ്റെ ഓർമ്മ, ഒരു മീനിനെ പിടിക്കാൻ ഒരു മനുഷ്യനിങ്ങനെ അല്ലേ അവസാനം. വായിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ല പുസ്തകങ്ങൾ വായിക്കണം. ലോകത്തെ ഏറ്റവും വലിയ മോട്ടിവേഷണൽ റൈറ്ററാണ്. പക്ഷെ അദ്ദേഹം 62-ാമത്തെ വയസ്സിലൊരു കൈത്തോക്ക് ഉദരത്തിലമർത്തി മരണപ്പെടുകയാണ്, ആത്മഹത്യയാണ്. ലോകത്തെ ഏറ്റവും അധികാര കൊതിയന്മാരായിരുന്ന മാർക്ക് ആന്റണിയും അഡോൾഫ് ഹിറ്റ്ലറും പീലാത്തോസും നീറോയും സൂയിസൈഡ് ചെയ്തു. നമ്മൾ പറയും നമ്മുടെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാകുമ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോവാം. നല്ലതാണ്, കൗൺസിലിംഗ് ഒക്കെ നല്ലതാണ്, മനഃശാസ്ത്രം നല്ലതാണ്. പക്ഷെ മനഃശാസ്ത്രം തുടങ്ങുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിലാണ്. സൈക്കോളജി പഠിക്കുന്ന കുട്ടിക്കറിയാം. ആ മനുഷ്യൻ ക്യാൻസർ വന്നപ്പോൾ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് 21 മില്ലിഗ്രാം മോർഫിൻ സ്വയം കുത്തിവെച്ച് ആത്മഹത്യ തുല്യമായൊരു മരണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞ് ഒരു സിനിമ ബോളിവുഡിൽ ഇറങ്ങിയിരുന്നൊരു 3-4 വർഷമായി. ചിച്ചോരെ. അതിലെ നായകൻ സുശാന്ത് സിംഗ് രജ്പുത്. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇതാണ്, സൂയിസൈഡ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. പക്ഷെ ആ സിനിമയുടെ നായകൻ പടം ഇറങ്ങിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു. ലോകത്തെ ഏറ്റവും സുന്ദരിമാരെന്ന് വാഴ്ത്തിയ ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തു. മർലിൻ മൺറോ ആത്മഹത്യ ചെയ്തു. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? കല, സാഹിത്യം, സംസ്കാരം, സിനിമ, മനഃശാസ്ത്രം. അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ വലിയ തത്വചിന്തകന്മാരാണ്. പക്ഷെ അരിസ്റ്റോട്ടിൽ 62-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ഈ ലോകത്തൊത്തിരി പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും മനഃശാസ്ത്രങ്ങളും മനുഷ്യന് സൊല്യൂഷൻസ് ഉണ്ട്. അവൻ്റെ എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ ഈ പുസ്തകം തരുന്ന സൊല്യൂഷൻ, ആത്മഹത്യ ചെയ്യാൻ പോയ ഏലിയാവ് തിരികെ വന്നു. ഉറങ്ങല്ലേ, 7 മണിയല്ലേ ആയിട്ടുള്ളൂ, 12 ആയിട്ടില്ലല്ലോ. ആത്മഹത്യ ചെയ്യാൻ പോയ യൂദ തിരികെ വന്നു. ഏലിയാവ് ആത്മഹത്യ ചെയ്യാൻ പോയി. എവിടെ? ചൂരച്ചെടിയുടെ തണലിൽ. അദ്ദേഹം ചിന്തിച്ചത് റിസൈൻ ചെയ്യാമെന്നാണ്, രാജിവെക്കാം ജീവിതത്തിൽ നിന്ന്. ദൈവം ഒരു വരയിട്ടു ഏലിയാവിൻ്റെ ജീവിതത്തിൽ. എവിടെയാണെന്നറിയാം? ആ വാക്കിനകത്ത്. മോളെ, റിസൈൻ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് പറ. രാജി, RESIGN. അതിൻ്റെ അർത്ഥം എന്താ? അവസാനിപ്പിക്കാം, നിർത്താം. ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ വിഷാദം വരുമ്പോൾ നിർത്തിക്കളയാം. എന്തിന് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നു, എന്തിനിങ്ങനെ അല്ലേ? പക്ഷെ ദൈവം ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ റിസൈൻ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഒരു വരയിട്ട് എവിടതാണെന്നറിയാം? ആദ്യത്തെ 2 അക്ഷരം കഴിഞ്ഞ് ഒരു വരയിട്ടു. ആരെങ്കിലും വായിക്കുമോ ആ വാക്ക്? ഇങ്ങോട്ട് നോക്ക്. ആദ്യത്തെ 2 അക്ഷരം RESIGN, ആദ്യത്തെ 2 അക്ഷരം കഴിഞ്ഞൊരു വരയിട്ടു. എങ്ങനെ വായിക്കണം? ഉറക്കപ്പറ. റീസൈൻ. വാട്ട് മീൻ ബൈ റീസൈൻ?
എന്ന് പറഞ്ഞാൽ എല്ലാം ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ. വീണ്ടും റീസൈൻ എന്ന് പറഞ്ഞാൽ വീണ്ടും തുടങ്ങാം. ആ വരയുടെ പേര് കൃപയുടെ വര എന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും വേണ്ടേ? എല്ലാം അവസാനിപ്പിക്കാം. എന്തിനിങ്ങനെ? എന്തിനാണ് ഈ പുകഞ്ഞ ജീവിതം കരിന്തിരി എറിയുന്നത് പോലെ? പക്ഷെ അവിടെ ഓർക്കണം, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരിയവൻ കെടുത്തുകയില്ല. ചതഞ്ഞ ഞാങ്ങണ വചനമേതാ? അവൻ പുകയുന്ന തിരി കെടുത്തിയിട്ടില്ല, ചതഞ്ഞ ഞാങ്ങണ ഒടിച്ചിട്ടില്ല. എൻ്റെ കൂടെ പാടിക്കേ. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരിയവൻ കെടുത്തുകയില്ല. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരിയവൻ കെടുത്തുക. നിങ്ങൾ ഉറക്കെ പാടിക്കേ കൃപയോടെ. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരിയവൻ കെടുത്തുകയില്ല. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, മങ്ങിയ തിരിയവൻ കെടുത്തുകയില്ല. ഒരു കൃപയുടെ വര. റിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത് റിസൈൻ ബിക്കെയിം റീസൈൻ. വീണ്ടും ആരംഭിക്കാം. ഇത് ഈ പുസ്തകം മാത്രം തരുന്ന പ്രത്യാശയാണ്. കാലം തോൽപ്പിച്ചവരെ ദൈവം ജയിപ്പിക്കുന്ന കഥ പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ. അങ്ങനെ ഒരു പുസ്തകം ലോകത്തില്ല. കാലം തോൽപ്പിച്ചവരെ ദൈവം ജയിപ്പിക്കുന്നു എന്ന് കഥ പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് മിണ്ടൂന്നേ ബൈബിൾ. ഈ ഇരിപ്പ് കണ്ടിട്ട് ഒരു ബൈബിൾ. മനുഷ്യൻ്റെ ആശ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ആശയം ആരംഭിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ്, പറയൂ, യെസ്, എൻ്റെ ദൈവമേ എത്രത്തോളം നീ എന്നെ. ദാവീദിനൊരു പ്രത്യേകതയുണ്ട്. സങ്കടം വരുമ്പോൾ ആ മനുഷ്യൻ എത്രത്തോളം നിങ്ങൾ പറയൂ, എത്രത്തോളം എന്ന വാക്കിൻ്റെ കൂടെ ചേർക്കാവുന്ന ചിഹ്നം ഏതാണ്? തമിഴ്നാട്ടുകാരൊന്നുമല്ലല്ലോ, മലയാളമല്ലേ, പറയൂ. എത്രത്തോളം എന്ന വാക്കിൻ്റെ കൂടെ ചേർക്കാവുന്ന ചിഹ്നം ഏതാണ്? ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെ ഇരിക്കും? അങ്ങനെ ഇരിക്കും അല്ലേ? ചോദ്യചിഹ്നത്തിൻ്റെ പ്രത്യേകത എന്താ? അത് പത്തി വിരിച്ച് നിൽക്കുന്ന പാമ്പിൻ്റെ രൂപമാണ് അല്ലേ? പാമ്പ് പത്തി വിരിച്ചാൽ എന്ത് ചെയ്യും? അതാഞ്ഞു കൊത്തും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യചിഹ്നങ്ങൾ നമ്മളെ ആഞ്ഞു കൊത്തുന്നുണ്ട്. എത്രത്തോളം. എന്നാൽ ദാവീദ് രാജാവുണ്ടല്ലോ, സന്തോഷം വരുമ്പോൾ, ഒത്തിരി സ്തോത്രം വരുമ്പോൾ ആ മനുഷ്യൻ അതിൻ്റെ ഒറ്റ അക്ഷരം മാറ്റി പറയും. ആദ്യത്തെ അക്ഷരം മാറ്റിയിട്ട് വേറൊരു വാക്ക് പറയും. എങ്ങനെയാണെന്നറിയാം? ഇത്രത്തോളം. എന്താണ്? ഉറക്കെ പറ. സ്തോത്രം പതഞ്ഞൊഴുകുമ്പോൾ ഇത്രത്തോളം. അതിൻ്റെ കൂടെ ചേർക്കാവുന്ന ചിഹ്നം ഒന്ന് പറഞ്ഞേ. ഇത്രത്തോളം. ചിഹ്നം ഞങ്ങൾക്ക് ഒറ്റ ചിഹ്നം ഉള്ളച്ചോ, അത് ഇലക്ഷന് മാത്രമാണോ, അത് ഞങ്ങൾ കുത്തിക്കോളാം അല്ലേ? ഇത്രത്തോളം എന്ന പദത്തിൻ്റെ കൂടെ ചേർക്കാവുന്ന ചിഹ്നം ഫുൾ സ്റ്റോപ്പ് അല്ല. ജീവിതത്തിൻ്റെ നടത്തിപ്പുകളിൽ അതിശയപ്പെട്ടുകൊണ്ട് ഇത്രയാക്കിയല്ലോ, ഇത്രയും നടത്തിയല്ലോ, ഇത്രയായല്ലോ, അതിൻ്റെ കൂടെ ഒറ്റ ചിഹ്നമേ ചേരുകയുള്ളൂ. എക്സ്ക്ലമേഷൻ മാർക്ക്, ആശ്ചര്യചിഹ്നം. ഇന്ന് രാത്രി ഈ കസേരയിൽ ഇതിൽ ഏത് ചിഹ്നമാണ് നമ്മുടെ കൂടെയുള്ളത്? ആദ്യത്തെ ചിഹ്നമാണ് ദൈവമേ എത്രത്തോളം. ഞാൻ പറയും രണ്ടാമതൊരു ചിഹ്നം വേണം. ഏത്? ഇത്രത്തോളം. ആദ്യത്തെ ചിഹ്നവും വാക്കും നമുക്കിവിടെ ഇടാം അല്ലേ? എന്നിട്ട് രണ്ടാമത്തെ ചിഹ്നവും വാക്കും ആലോചിച്ച് നോക്കുക. ദൈവം ഇത്രയും നടത്തിയില്ലേ? നമുക്ക് ഈ ബൈബിളിൽ ഏറ്റവും ധ്യാനിക്കാനൊരു കാറ്റഗറി ഉണ്ട്. കൗണ്ടർ ക്വസ്റ്റ്യൻസ് ഓഫ് ഗോഡ് എന്നാണ് പറയുക. ദൈവത്തിൻ്റെ മറുചോദ്യങ്ങൾ. തമ്പുരാൻ്റെ ചില ചോദ്യങ്ങളുണ്ട്. ഉദാഹരണം, മോശയെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ പുറപ്പാട് 4 മോശ പറഞ്ഞു, കർത്താവേ വേറെ ആരെങ്കിലും നോക്കണം കേട്ടോ,
എന്നെ കൊണ്ടങ്ങോട്ട് കൂട്ടിയാൽ കൂടത്തില്ല. ഞാൻ എന്നാ പറഞ്ഞാലും വിക്കാണ്. സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാത്തപ്പോൾ ഇല്ല. സംസാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് എന്താണ്, ഞാൻ എന്ത് പറഞ്ഞാലും ബബ ആണ് വരിക. ദൈവമേ, വേറെ ആരെങ്കിലും നന്നായിട്ട് സംസാരിക്കണ ഒരാളെ പിടിക്കും, ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടല്ലോ. മോശ പറയുകയാണ്. അപ്പോൾ ദൈവം ഒരു മറുചോദ്യമാണ് ചോദിക്കുന്നത്. നിന്റെ വിക്ക് ഒട്ടനെ മാറ്റാം എന്നല്ല പറഞ്ഞത്. പുറപ്പാട് 4:11 ഇറ്റ്സ് എ കൗണ്ടർ ക്വസ്റ്റ്യൻ. അതിങ്ങനെയാണ്, മക്കളെ, മനുഷ്യന് വായി കൊടുത്തത് ആര്? ഊമനെയും ചെകിടനെയും ഉണ്ടാക്കിയത്? ഇറ്റ്സ് എ കൗണ്ടർ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് കേട്ടപ്പോഴേ മോശ നോർമലായി. എന്ന് പറഞ്ഞാൽ എനിക്ക് വിക്കുണ്ടേ എന്നാണ് അദ്ദേഹത്തിൻ്റെ കരച്ചിൽ. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, കുഞ്ഞെ, മനുഷ്യന് വാ കൊടുത്തരാരാടാ? ഊമനില്ലേടാ അപ്പുറത്ത്? ഒന്നും മിണ്ടാൻ വയ്യാത്തവൻ, ചെകിടനില്ലേ അപ്പുറത്ത്? നമ്മുടെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ് ഇതൊരു സൈക്കോളജിക്കൽ മൂവാണ്. മോശയ്ക്ക് അത്രയും ഭാരമല്ലേ ഉള്ളൂ, അതിനേക്കാൾ ഭാരമുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമ്മൾ നോർമലാ. നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് എണ്ണി പറയാൻ കുറേ വിഷാദത്തിൻ്റെ കണക്ക് പുസ്തകങ്ങളുണ്ട്. ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞേ, നിന്നേക്കാൾ ഭാരമുള്ളവരില്ലേ അപ്പുറത്ത്? ഈ രാത്രി ഒരു ICUവിൻ്റെ മുന്നിൽ നിനക്ക് പ്രതീക്ഷയോടെ നിൽക്കേണ്ടി വന്നിട്ടില്ലല്ലോ. നീ നടുവേദന വിട്ടുകളപ്പോൾ. ഈ രാത്രി നിന്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ ആരെക്കുറിച്ചും നിനക്ക് അലറിക്കരയേണ്ട ഒരു രാത്രി അല്ലല്ലോ. ഈ രാത്രി നിന്റെ അത്താഴത്തിൽ കണ്ണുനീരിൻ്റെ തുള്ളി വീഴുന്നില്ലല്ലോ മക്കളെ. നീ പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളുമായി എന്തിനാണ് ഭാരപ്പെട്ടിരിക്കുന്നത്? നമുക്കുള്ളൊരു വലിയ ഹെൽത്ത് ടോണിക്കാണ്, മെൻ്റൽ ഹെൽത്ത് ടോണിക്കാണ്. ഏത്? കൗണ്ടർ ക്വസ്റ്റ്യൻസ്. വിക്കുണ്ടെന്ന് പറഞ്ഞവനോട് സംസാരിക്കാത്തവൻ്റെ കഥ ചോദിച്ചപ്പോൾ മോശ നോർമലായി. അപ്പോൾ ഞാൻ പൊക്കോളാം കേട്ടോ, വേറെ ആരും വേണ്ട, ഞാൻ പൊക്കോളാം. ഇത് നമുക്കുള്ള ഉണർത്തുപാട്ടാണ്. ഇത് നമുക്കുള്ള എനർജൈസറാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു മിക്ക മനുഷ്യർ സങ്കടമുണ്ട്. ആ ഇരിപ്പ് കാണുമ്പോൾ 30 ഡിഗ്രി തലചരിഞ്ഞിരിക്കുന്നു, 45 ഡിഗ്രി തലചരിഞ്ഞിരിക്കുന്നു, ചിലരുടെ തല ചരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? സങ്കടമുണ്ട്. കരയാനാണെങ്കിൽ ഈ രാത്രി അകത്തും പുറത്തും കാരണങ്ങളുണ്ട്. കരയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. കൗണ്ടർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ദൈവത്തിൻ്റെ. പക്ഷെ നമുക്കറിയാലോ, നമ്മൾ അനന്യരായ മനുഷ്യർ. ഈ ലോകത്തൊരു 800 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഈ ലോകത്തൊരു 800 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമുക്കുള്ള പ്രത്യേകത എന്താ? നമ്മൾ ഒരു പെർഫ്യൂം മേടിക്കാൻ ഒരു ഷോപ്പിൽ കയറുക, ലുലുവിലോ എവിടെ കയറുക, പരമാവധി എത്ര മണം ഉള്ളതുണ്ടാവും? ഒരു 50-60. പക്ഷെ നമ്മുടെ ഗന്ധം പോലും ആഫ്രിക്കയിൽ പോലും ആർക്കും ഇല്ല. എന്ത് ബലമായത്! ഈ വിരൽമുദ്ര ഇല്ലേ, വിരൽമുദ്ര ലോകത്താർക്കെങ്കിലും ഉണ്ടോ? നമുക്ക് തിരിച്ചറിയാൻ ഒരു കാർഡൊക്കെ ഇല്ലേ, ആധാർ കാർഡ്. അതിലെ ഫോട്ടോ കൊണ്ടാ പട്ടി പോലും വെള്ളം കുടിക്കില്ല, അത് വേറെ കാര്യം. വലിയ സൗന്ദര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ ആധാർ കാർഡ് എടുത്ത് നോക്കിയാൽ മതി, സകല അഹങ്കാരവും തീരും. നമ്മളിപ്പോൾ വേറെയൊക്കെ നോക്കിയാൽ ഞാൻ സുന്ദരിയാണെന്ന് പറയുന്നത്, ഇതെടുത്ത് നോക്കിയാൽ മതി, സകല തലക്കനവും തീരും. അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ ആധാറിലെ ഫോട്ടോ അല്ലേ, തിരിച്ചറിയാനുള്ളതാണ്. പക്ഷെ ഈ വിരൽമുദ്ര ഈ പ്രപഞ്ചത്തിൽ വേറെ ആർക്കും ഇല്ല. അന്റാർട്ടിക്ക പോലും ആർക്കും ഇല്ല. നമ്മൾ പുറത്തെ എയർപോർട്ടുകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കണ്ണ് മാത്രം ഒന്ന് സ്കാൻ ചെയ്യുകയാണ്, അത് മതി. നിങ്ങളുടെ കണ്ണ് പോലും വേറെ ആർക്കും ഇല്ല. ഈ 800 കോടി മനുഷ്യർ നമ്മൾ മാത്രം ഒരു പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളെപ്പോലെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകത്തുമില്ല. വി ഹാവ് 4 പ്രിവിലേജസ് അക്കോർഡിംഗ് ടു ബൈബിൾ. ഞാൻ പറയും, നമുക്ക് 4 പ്രത്യേകതകളുണ്ട്. ഒന്ന്, വി ആർ എലക്റ്റഡ്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. പഴയ നിയമം നോക്കിയാൽ പിണ്ടാകാരമായിരുന്നപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നേരത്ത്. പുതിയ നിയമം നോക്കിയാൽ ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ്. വി ആർ എലക്റ്റഡ്. വി ഹാവ് 4 പ്രിവിലേജസ്. 2, വി ആർ സെലക്റ്റഡ്. ഒന്ന് പറയോ, എന്താണ് 2? മിണ്ടുകയല്ല, എന്തോ ചെയ്യാൻ ഉറക്കെ പറയുന്നേ. സെലക്റ്റഡ്. സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? തിരഞ്ഞെടുപ്പ്. എലക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആരും തിരഞ്ഞെടുപ്പ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? എലക്ഷൻ ആൻഡ് സെലക്ഷൻ.
ആലോചിക്കൂ. ഈ കുട്ടികൾ ആലോചിക്കുന്നവരാണല്ലോ വേണ്ടത്. എലക്ഷൻ്റെ അപ്പർ ഡിഗ്രിയാണ് സെലക്ഷൻ. എലക്ഷൻ ഇൻസൈഡ് ദ എലക്ഷൻ ഈസ് എലക്ഷൻ. ഉദാഹരണം, PSCയുടെ ഒരു 6 റാങ്ക് ലിസ്റ്റ് പേര് കിടപ്പുണ്ട്. ഇറ്റ്സ് എലക്ഷൻ. പക്ഷെ ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. അത് സെലക്ഷൻ. എലക്ഷനകത്തുള്ള എലക്ഷനാണ്. ബൈബിള് പറയണമല്ലോ, നമ്മളൊരു മനുഷ്യ ജന്മമായി പിറവിയെടുത്തു എന്നുള്ളത് എലക്ഷനാണ്. നമ്മളൊക്കെ ഒരു ഒറ്റ കോശമായിരുന്നു, അമ്മയുടെ ഉദരത്തിൽ ഇങ്ങനെ പൊടിച്ചതാണ്. ഒറ്റ സിംഗിൾ സെൽ. ആ കോശത്തിനകത്ത് എന്നാക്കെ ഉണ്ടായിരുന്നു? അപ്പൻ്റെ ദേഷ്യവും, അമ്മയുടെ സൗന്ദര്യവും, ഉപ്പാപ്പൻ്റെ ചിരിയും, മാവിയുടെ നടത്തത്തിൻ്റെ സ്റ്റൈലും, സകലതും DNA എന്നൊക്കെ പറയുമെങ്കിലും വന്ന് കയറിയിട്ടില്ലേ? ഒള്ളി സിംഗിൾ സെൽ. അതാണ് എലക്ഷൻ. അത് ഓർത്താൽ മതി, നമ്മൾ നോർമലാവും. ഒറ്റ സെല്ലിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഈ മാവേലിക്കര വന്ന് ജനിച്ചത് എങ്ങനെയാണ്? തിയോളജി അല്ല, ഗൈനക്കോളജിയാണ്. പറ, നമ്മൾ മാവേലിക്കര വന്ന് പിറന്നത് എങ്ങനെയാണ്? ഗൈനക്കോളജിയാണ്. ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ഇല്ല, ഞങ്ങൾ പറയില്ല. എങ്ങനെ ജനിച്ചത്? ഞാൻ ഈ ഭാഗത്തോട്ടല്ലേ ചോദിക്കേണ്ടത്. എങ്ങനെയാണ് പിറന്നത്? കരഞ്ഞോണ്ട് ആരോ അല്ലേ? അതുമല്ല, അതുണ്ട്. നമ്മൾ വന്ന് പിറന്നു വീണത് തലയും കുത്തിയാണ്. നോർമൽ ഡെലിവറിയുടെ കാര്യമാണ്, സിസേറിയൻ അല്ല. ചോദ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി എല്ലാ സിസേറിയൻ ആയതുകൊണ്ടാണ് ഉത്തരം പറയാത്തത്. നോർമൽ ഡെലിവറിയിൽ ഒരു കുട്ടി ഈ പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീഴുന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ട് കേൾക്കുകയാണ്. കർത്താവേ, തലയും കുത്തിയാണ്. അതോർത്തേ, ഇപ്പം നമ്മൾ നേരെ നിൽക്കുന്നില്ലേ? ബാക്കിയൊക്കെ വിട്ടുകളാ. നമുക്ക് കുറെ ഭാരങ്ങളുടെ കണക്കുണ്ട് പറയാൻ, നമുക്ക് കുറെ വ്യാകുലങ്ങളുടെ കണക്കുണ്ട് പറയാൻ, വിഷാദങ്ങളുടെ കണക്കുണ്ട് പറയാൻ. പക്ഷേ നമ്മൾ തലയും കുത്തി വന്നവരാ. നേരെ നിൽക്കുന്നില്ല ഇപ്പോൾ. അത്രേ ഉള്ളൂ. നോർമലാവാൻ അത് മതി. ഇങ്ങനെ കുറെ കൗണ്ടർ ക്വസ്റ്റ്യൻസ് ദൈവം ചോദിക്കുന്നുണ്ട്. ദൈവം എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ വി ആർ എലക്റ്റഡ്. വി ആർ സെലക്റ്റഡ്. നമ്മുടെ മൂന്നാമത്തെ പ്രിവിലേജ് പദവി എന്ന് പറയുന്നത് വി ആർ അപ്പോയിൻറ്റഡ്. നമുക്ക് ദൈവം ഒരു അപ്പോയിൻമെന്റ് തന്നിട്ടുണ്ട്. എന്ത് അപ്പോയിൻമെന്റ്? നിയമനം അല്ലേ? ഇന്ന് എന്തെങ്കിലും അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ടോ? ഇന്ന് പ്രത്യേകിച്ച് ഇല്ല. ശരിയാണ്, അപ്പോയിൻമെന്റ് ഒരു പ്രത്യേകമായ കാര്യമാണല്ലോ. ഈ അപ്പോയിൻമെന്റ് എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഇംഗ്ലീഷിൽ? ആരോട് ചോദിക്കുന്നു? ഡിസപ്പോയിൻമെന്റ്. ഡിസപ്പോയിൻമെന്റ് എന്ന് പറയുന്നതിന്റെ മലയാള അർത്ഥം എന്താണ്? നിരാശ. അത് എങ്ങനെ ശരിയാവും? അപ്പോയിൻമെന്റ് നിയമനമാണെങ്കിൽ ഡിസപ്പോയിൻമെന്റ് എങ്ങനെ നിരാശയാവും? എന്തോ ആയിക്കൊള്ളട്ടെ, എനിക്ക് വൊക്കാബുലറിയോ ഗ്രാമറോ എനിക്ക് പിടിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഒരു ചോദ്യമാണ്. ഈ സന്ധ്യയ്ക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടോ? മിണ്ടുകാല ഉണ്ടോ? ഈ സന്ധ്യയ്ക്ക് നിരാശയുണ്ടോ? ഡിസപ്പോയിൻമെന്റ് ഉണ്ടോ? ഇല്ല. ഒന്നുകിൽ കരയ്ക്കൂടെ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അപ്പോയിൻമെന്റേ ഇല്ല എന്ന്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റേ. നമ്മുടെ വിചാരം അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊമ്പത്തെ പരിപാടിയാണെന്ന്. അല്ല. നമുക്ക് നിരാശപ്പെടാതിരിക്കാൻ ദൈവം ഇന്ന് തന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഒത്തിരി പുതിയ കാര്യങ്ങൾ ഈ പകലും അനുഭവിച്ചിട്ടുണ്ട്. നാം കുടിച്ച വെള്ളം പുതിയതായിരുന്നു. നാം ശ്വസിച്ച വായു പുതിയതായിരുന്നു. നാം നടന്ന വഴികൾ പുതിയതായിരുന്നു. നാം കണ്ടുമുട്ടിയ കാഴ്ചകൾ. അപ്പൊ ഈ പകലിൽ എത്ര അപ്പോയിൻമെന്റാ ഉണ്ടെന്ന് പറയണം അല്ലേ? വി ഹാവ് അപ്പോയിൻമെന്റ്സ്, ലോട്ട് ഓഫ് അപ്പോയിൻമെന്റ്സ്. നമ്മുടെ നാലാമത്തെ പ്രിവിലേജ് വി ആർ അനോയിന്റഡ്. അഭിഷേകം. എന്താണ് അഭിഷേകം? ഉണ്ടോ? ചോദിച്ച് ഞാൻ വശം കെടുകല്ലാതെ ഒരു കാര്യമില്ല. അച്ഛോ ഞങ്ങൾ നല്ല വലിയ മനുഷ്യരാണ്, അങ്ങനെയൊന്നും ഉത്തരവൊന്നും പറയില്ല. അനോയിൻമെന്റ്, അഭിഷേകം പരിശുദ്ധ മാമോദീസ തൊട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിറ്റർജിക്കൽ പെർസ്പെക്റ്റീവ് ഒന്നും എടുക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പറയാം. നമുക്ക് കിട്ടിയ അനോയിൻമെന്റ്, അഭിഷേകം ഏതെന്നറിയാം? നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് എന്ന് പറഞ്ഞാൽ റാദർ ദാൻ യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരു അഭിഷേകമാണ്.
നമ്മൾ പറയുന്നുണ്ട് ഞാൻ വേസ്റ്റാണ്, ഞാൻ യൂസ്ലെസ് ആണ്. എന്തിനാണിങ്ങനെ? വൈ മീ? ഹൗ ലോങ്? ഒറ്റ ഉത്തരേ ഉള്ളൂ, നിന്റെ കൂട്ടുകാരിൽ പരമായി. കുഞ്ഞേ, ആർക്കും കൊടുക്കാത്തൊരു സ്പെഷ്യൽ നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടിയ അഭിഷേകം ആർക്കും കൊടുക്കാത്ത എന്തൊക്കെയോ നമുക്കുണ്ട്. നമുക്ക് ചിലപ്പോൾ സങ്കടമുണ്ട്, എനിക്ക് സൗന്ദര്യമില്ലേ, എനിക്ക് തടിയില്ലേ, എനിക്ക് നീളമില്ലേ, ഒത്തിരി കുഴപ്പങ്ങൾ നമുക്കുണ്ട്, കോംപ്ലക്സസ് നമുക്കുണ്ട്. പക്ഷേ എന്തൊക്കെയോ സ്പെഷ്യൽസ് നമുക്കില്ലേ? ആർക്കറിയാം? ഉണ്ട്. അത് നിന്റെ കൂട്ടുകാരിൽ പരമായി, റാദർ ദാൻ യുവർ ഫ്രണ്ട്സ്. നമ്മളെ ഈ പുസ്തകം ബലപ്പെടുത്തേണ്ട ഒരു വലിയ കാര്യമാണ്. വി ഹാവ് 4 പ്രിവിലേജസ്. ഒന്ന് ഉറക്കെ പറയൂ. ഒന്ന് ഉറക്കെ പറയൂ. എലക്റ്റഡ് 2, സെലക്റ്റഡ് 3, അപ്പോയിന്റഡ് 4, അനോയിന്റഡ്. സോ വി ആർ യുണീക്ക്. നമ്മളെപ്പോലെ വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് എൻ്റെ കർത്താവേ, നീ എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. വിഷാദങ്ങളിൽ വീണുപോയ ജീവിതം, നിത്യവിഷാദത്താൽ ഹാഗാർ കരയുക, കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട. അപ്പോൾ ഹാഗാറിനോട് ദൈവദൂതൻ പറയുന്നത് കരയണ്ട, നമ്മൾ കണ്ണ് തുടയ്ക്കുന്നു, നീരുറവ കാണുന്നു. ചില കണ്ണുനീരിൻ്റെ പാടകൾ മാറിപ്പോയാൽ, നിത്യവിഷാദത്തിൻ്റെ കണ്ണുനീർപ്പാടകൾ മാറിപ്പോയാൽ ദൈവം ഒരുക്കി എന്തൊക്കെയോ നമുക്ക് കാണാം. പക്ഷെ നമുക്കൊരു പ്രത്യേകതയുണ്ട്, സങ്കടങ്ങൾ മാത്രം ഓർത്തു വയ്ക്കാൻ നമുക്കൊരു പ്രത്യേക കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ദൈവമല്ല, നമുക്കുണ്ട്. ഒരിക്കൽ ചാർലി ചാപ്ലിൻ ഒരു സദസ്സിൽ ഒരു പ്രഭാഷണം നടത്തുകയാണ്. പഴയ കൊമേഡിയനാണല്ലോ ചാപ്ലിൻ. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു തമാശ പറഞ്ഞു. ആളുകളെല്ലാം പൊട്ടിച്ചിരിച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേ തമാശ പിന്നെയും പറഞ്ഞു. ഒരു 10 പേര് ചിരിച്ചു. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ സെയിം ഹ്യൂമർ, അതേ തമാശ പിന്നെയും പറഞ്ഞു. ഒരാളും ചിരിച്ചില്ല. ദുരന്തം എന്നൊക്കെയല്ലേ എന്നെ പറയാ. അപ്പോൾ ഈ ചാപ്ലിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് എൻ്റെ തമാശ കേട്ടിട്ട് ചിരിക്കാത്തത്? അപ്പം സദസ്സ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചാപ്ലിൻ, നിങ്ങൾ വലിയ കൊമേഡിയനൊക്കെ ആയിരിക്കാം, പക്ഷേ ഒരേ തമാശ പിന്നെയും പിന്നെയും പറഞ്ഞാൽ എങ്ങനെ ചിരിക്കാനാണ്? ചാപ്ലിൻ ചോദിച്ചൊരു മറുപടിയുണ്ട് ഒരു നിശബ്ദതയ്ക്ക് ശേഷം. അതാണ് ഈ രാത്രി ഇവിടെയുള്ള നമ്മുടെ ചോദ്യം. അതിങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, ഒരേ തമാശയുടെ സന്തോഷം പിന്നെയും പിന്നെയും ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പഴയ സങ്കടത്തിൻ്റെ ദുഃഖം പിന്നെയും പിന്നെയും ഓർത്ത് കരയുന്നത് എന്തിനാണ്? ഇത് കേട്ടില്ലേ? നമുക്കുള്ളൊരു പ്രത്യേക കഴിവാണ്. എന്ത്? പഴയ സങ്കടങ്ങൾ ഓർത്ത് കരയും. ഞാനീ പലപ്പോഴും പറയാറുള്ളൊരു കഥയാണ്. 2 കൂട്ടുകാർ, 2 ചങ്ങാതിമാരൊരു വഴിക്ക് പോയി. 2 കൂട്ടുകാർ വഴിക്ക് വെച്ച് വരുമ്പോൾ വഴക്കൂടി, ഒരുത്തനെ തല്ലുകൊണ്ടവൻ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ വിരൽ കൊണ്ട് മണ്ണിൽ എഴുതി, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ തല്ലി. മണ്ണിൽ ഇങ്ങനെ വിരൽ കൊണ്ട് എഴുതിയെന്ന്. കഥ കേൾക്കണേ. അവർ പിന്നെയും യാത്ര പോയി, പിന്നെയും തുടർന്നു. ഒരു പുഴ കടക്കണം. പുഴയുടെ നടുക്ക് ആ തല്ലുകൊണ്ട ആളുണ്ടല്ലോ മുമ്പേ, അയാളൊരു കല്ലിൽ തട്ടി വീഴുകയാണ്. അപ്പോൾ ഈ മുമ്പേ തല്ലിയ ആൾ വൈരം മറന്ന് അയാളെ താങ്ങിപ്പിടിച്ചു. അവിടെ ഒരു പാറക്കെട്ടിൽ അവർ ഇരിക്കുന്നുണ്ട്. അവരുടെ വൈരം ഉരുകിത്തീരുന്നുണ്ട് അവിടെ. അപ്പോൾ ഈ മുമ്പേ തല്ലുകൊണ്ട ആൾ വിരലുകൊണ്ട് മണ്ണിൽ എഴുതിയില്ലേ, എൻ്റെ ചങ്ങാതി എന്നെ തല്ലീന്ന്. ഇവിടെ ഈ കല്ലിൽ എഴുതി, ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ താങ്ങി. കഥ ഇത്രയേ ഉള്ളൂ. ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം എന്താ? ഒറ്റ സന്ദേശമേ ഉള്ളൂ. സങ്കടങ്ങൾ മണ്ണിലെഴുതാ, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാ, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാ, മാഞ്ഞിടാതെ കല്ലിലെഴുതാ. എന്താ സങ്കടങ്ങൾ എവിടെ എഴുതാന്ന? എല്ലാം ഉറങ്ങാണ്. മരണ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ഇരിപ്പ ഇപ്പൊ ഇരിക്കുന്ന ഏതാണ്ട് കളഞ്ഞു പോയതുപോലെ. സങ്കടങ്ങൾ മണ്ണിലെഴുതാ, മൗന ദുഃഖങ്ങളെ മണ്ണിൽ മാത്രമെഴുതാ, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാ, മാഞ്ഞിടാതെ കല്ലിലെഴുതാ.
അങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്തുവാ? എന്ത് ഗുണം? മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലേ എഴുതാവൂ നീ. എന്താ? നമ്മളെ വേദനിപ്പിച്ചവരുണ്ട്, കരയിപ്പിച്ചവരുണ്ട്, സങ്കടപ്പെടുത്തിയവരുണ്ട്. മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ നോവുകൾ മണ്ണിലേ എഴുതാവൂ നീ. മണ്ണിൽ എഴുതിയാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റുവീശിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശ്വാസമൂതിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. എന്താ മനസ്സിലാവുന്നുണ്ടോ? എന്താ നമ്മൾ വിരലുകൊണ്ട് മണ്ണിൽ എഴുതിയത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാറ്റുവീശിയാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശ്വാസമൂതിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. അനുഗ്രഹമാണെങ്കിലോ? അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലേ എഴുതാവൂ നീ. അങ്ങനെ എഴുതിയാലോ? സങ്കടങ്ങൾ വൻതിരയായി വന്നു ചേരിലും, സർവശക്തിയും തകർന്ന് വീണുപോകിലും കല്ലെഴുത്തു ശക്തി നൽകിടും. ഓ, ആത്മസാക്ഷ്യം ആയി മാറിടും. മനസ്സിലായെന്നാണ്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് വിടുകയാണ്. സങ്കടങ്ങൾ മണ്ണിലെഴുതാം. പക്ഷെ നമ്മളിപ്പോ സങ്കടങ്ങളൊക്കെ കല്ലിലെഴുതുക. മറക്കില്ല ഞാൻ, കേട്ടോ, മറക്കത്തില്ല ഞാൻ. അവളോടത് മറക്കുകയല്ല. അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മണ്ണിലെഴുതുകയാണ്. എന്തുകൊണ്ട് എൻ്റെ ദൈവമേ? വിട്ടുകളയാൻ ചിലത്, അല്ലേ? എ ലീവിങ് ഹാർമണി. 2, അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങളൊന്ന് വായിക്കാമല്ലേ? 1ഉം 2 വാക്യങ്ങൾ ഇങ്ങനെയാണ്. ദൈവമേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, എത്രത്തോളം നിന്റെ മുഖം ഞാൻ കാണാതവണ്ണം, എത്രത്തോളം വിഷാദങ്ങളിൽ മുങ്ങിയ ജീവിതം. 2, 3, 4 വാക്യങ്ങളൊന്ന് വായിച്ചേ. എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ ആ 3, 4 വാക്യങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന പദം എന്തെന്നറിയാം? എൻ്റെ ദൈവമേ. എന്താണ്? എന്നെ നോക്കൂ. രണ്ടാമത്തെ 2 വാക്യങ്ങൾ അതാണ്, 3ഉം 4ഉം. ഒരാൾ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് അറിവിലല്ല, അനുഭവത്തിലാണ്. 3ഉം 4 വാക്യങ്ങൾക്ക് നമ്മളൊരു പേര് കൊടുക്കുകയാണ്: ദൈവ അനുഭവത്തിൻ്റെ ദൂരം അറിഞ്ഞ ജീവിതം. ദൈവമേ, നീ കളഞ്ഞോ, നീ മറന്നോ, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടോ എന്ന ചോദ്യത്തെ മറികടക്കാൻ ഒറ്റ വഴിയുള്ളൂ: എൻ്റെ ദൈവമേ. അത് അറിവല്ല, അനുഭവമാണ്. ദൈവമുണ്ട് എന്ന് പറയരുത് കേട്ടോ. അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. ഇനി ഇത് മാത്രം ചിലപ്പോൾ മുറിക്കും. ഓൺലൈൻ പേടിയാണ്. ദൈവമുണ്ട് എന്ന് പറയുന്നത് ഒരു അറിവാണ്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. അത് പുസ്തകങ്ങളിലെ ജ്ഞാനസഞ്ചയം മാത്രമാണ്. ദൈവമുണ്ടല്ലോ എന്ന് പറയണം, അതൊരനുഭവമാണ്. ചങ്കിൽ കരം ചേർത്ത് വെച്ചിട്ട് സങ്കടത്തിൻ്റെ പുഴ നീന്തുമ്പോൾ ദൈവമുണ്ടല്ലോ, എൻ്റെ ദൈവം ഉണ്ടല്ലോ. ഇതിലേതാ ബലം തരുന്നത്? രണ്ടാമത്തതാണ്. അറിവല്ല, അനുഭവമാണ്. ദാവീദ് നിലവിളിക്കുകയാണ്: എൻ്റെ ദൈവമേ. ഒരാൾക്ക് അയാളുടെ വിഷാദത്തെ മറികടക്കാൻ അയാളുടെ പള്ളി അറിവോ കാനോൻ അറിവുകളോ വേദപുസ്തക അറിവുകളോ ഒന്നും സഹായിക്കില്ല. അതുകൊണ്ടാണ് പല പെരുന്നാൾ കഴിഞ്ഞാലും നമ്മൾ പിന്നെ അക്കരെ തന്നെ കിടക്കുന്നേ. അതിനകത്തൊരു അനുഭവം ഉണ്ടല്ലോ. പെരുന്നാൾ കഴിഞ്ഞാലും അവശേഷിക്കുന്നൊരു അനുഭവം ഉണ്ടല്ലോ, അല്ലേ? ഈ വിളക്കുകൾ അണയും 21-ാം തീയതി, പിന്നെ ഈ വിളക്കുകളുണ്ടാവില്ല.
നാളെ വൈകിട്ടത്തെ മേളക്കൊഴുപ്പുകൾ പാതിരാവോടെ അവസാനിക്കും. ഇല്ല, 10 മണിക്ക് മുമ്പ് തീരും അല്ലേ? ശിങ്കാരിമേളത്തിൻ്റെ പ്രകമ്പനങ്ങൾ, 21-ാം തീയതിയിലെ നേർച്ച, അതിൻ്റെ രുചി മസാലയും വൈകിട്ടത്തോടെ തീർന്നു പോകും. പിന്നെ എന്തവശേഷിക്കും? അതൊരു ചോദ്യമാണ്. അവശേഷിക്കുന്ന ചില അനുഭവങ്ങൾ മാത്രമാണ്. എൻ്റെ ദൈവമേ, ഒരാൾക്ക് മറികടക്കാൻ, അയാളുടെ വിഷാദത്തെ മറികടക്കാൻ പള്ളി മാത്രം പോരാ എന്നാണ് എൻ്റെ ചിന്ത. പെരുന്നാൾ മാത്രം പോരാ എന്നാണ് എൻ്റെ ചിന്ത. ഞാൻ ഈ കൂട്ടത്തിൽ ഇരുന്നത് കൊണ്ടോ നിന്നത് കൊണ്ടോ കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. അതിനകത്ത് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായൊരു ഇടപാടുണ്ടല്ലോ. എൻ്റെ ദൈവമേ, രൂത്ത് 3 ആണുങ്ങൾ മരിച്ച വീടല്ലേ? അപ്പനും 2 ആണുങ്ങളും, 3 സ്ത്രീകൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. അമ്മാവിയമ്മ പറയുന്നുണ്ട്, മോളെ ഇവിടെ നിന്ന് നീ അമ്മച്ചിക്ക് എണ്ണയും കുഴമ്പും തേച്ചോണ്ട് കിടക്കാതെ മോള് പോക്കോ, മോളെ വീട്ടിൽ പോക്കോ, നല്ല പയറ് പോലുള്ള ആമ്പിള്ളേരെ കിട്ടും, മോക്കൊരു കല്യാണമൊക്കെ നടക്കും. ഇപ്പം രൂത്ത് പറയുന്നൊരു മറുപടി ഉണ്ട്, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത്, അതെ, 3 മരണം നടന്നൊരു വീട്ടിലാണ് ഒരു കൊച്ചു പെൺകുട്ടി ഉറക്കെ പറയുന്നത്, എൻ്റെ ദൈവം. വല്ലാത്തൊരു വിളിയാണത്. നമ്മുടെ അപ്പച്ചൻ പറഞ്ഞെന്താണ്? നമ്മുടെ വല്യപ്പൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ വരിയുണ്ടല്ലോ, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. അത് നിറവ് കണ്ടപ്പോഴല്ല, മുറിവ് കണ്ടപ്പോഴാണ്. നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ വിലാപ്പുറം കാണുക. 3 ദിവസം പഴക്കമുള്ള ചോരയുടെ മണം, 3 ദിവസം പഴക്കമുള്ള, അല്ലെങ്കിൽ 3 ദിവസമല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചോര കണ്ടപ്പോൾ, മുറിവ് കണ്ടപ്പോൾ അയാൾ വാവിട്ട് കരയുകയാണ്, എൻ്റെ കർത്താവും. ആ എൻ്റെ എന്ന വിളിയിലാണ് നമ്മുടെ വിശ്വാസം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ വല്യപ്പൻ വിളിച്ചതുപോലെ നമുക്കും വിളിക്കണ്ടേ, എൻ്റെ ദൈവമേ. നിറവുകളിലല്ല, ജീവിതത്തെ വിണ്ട് കീറുന്ന, ജീവിതത്തെ മുറിച്ചു കളയുന്ന, വാളിൻ്റെ വേദനയോട് പകുത്തു കളയുന്ന കഠോര മുറിവുകളിൽ നമ്മുടെ അപ്പച്ചനോട് ചേർന്ന് വിളിക്കാം, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും. ദാവീദ് വിളിക്കുകയാണ്, എൻ്റെ എന്തുകൊണ്ടെന്ന് ചോദിച്ച അതരങ്ങൾ, ദൈവം കളഞ്ഞുവോ എന്ന് ചോദിച്ച് പുലമ്പിയ വായ ഇപ്പോൾ പറയാണ്, എൻ്റെ കർത്താവേ. ഒരാളെ ദൈവൈക മനുഷ്യനാക്കുന്നത് പളവളപ്പുകളല്ല, പരുക്കുകളാണ്. അയാളുടെ ജീവിതത്തിലെ ഇൻസിഡൻസും അല്ല, അയാളുടെ ഇഞ്ചുറീസ് ആണ്, മുറിവുകളാണ്. എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിടുന്നതെന്ത്, ദൈവത്തിൽ നിന്റെ പ്രത്യാശ വയ്ക്ക, അവൻ നിന്നെ പുലർത്തും. ഈ സങ്കീർത്തനങ്ങളിൽ മധ്യഭാഗത്ത് ഒത്തിരി തവണ ഈ വരിയുണ്ട്. ഒരു 3-4 ഇടത്തെങ്കിലും ഒരാൾ അയാളോട് തന്നെ പറയണം, കരയരുത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ മധ്യഭാഗങ്ങളിൽ എൻ്റെ മനസ്സേ, ഏറ്റവും വലിയ ഗോസ്പൽ എന്ന് പറയുന്നത് അതാണ്. ഒരാൾ അയാളെ തന്നെ ബ്ലസ് ചെയ്യുകയാണ്. എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിടുന്നതെന്ത്, ദൈവത്തിൽ നിന്റെ പ്രത്യാശ വയ്ക്ക, അവൻ നിന്നെ പുലർത്തും. പ്രിയപ്പെട്ടവരെ, ജീവിതം ഒരു വല്ലാത്ത കുറെ കയ്പ് നമുക്ക് വെച്ച് നീട്ടുമ്പോൾ എന്തുകൊണ്ട് പണ്ട് ഒരു വശം തളർന്ന ശരീരവുമായി പീരുമേട്ടിലെ ആ കയറുകെട്ടലിൽ കിടന്ന ഒരു 150 വർഷമെങ്കിലും മുമ്പ് CSI സഭയിലെ TJ ആൻഡ്രൂസ് അച്ഛൻ ആരും പാടാത്ത പാട്ടിൻ്റെ പല്ലവി പാടിയിട്ടുണ്ട്. ആരും കേൾക്കാത്ത പാട്ടിൻ്റെ വരികൾ തണുത്തുറഞ്ഞ പീരുമേട്ടിലെ ദൈവജനം അന്നെപ്പോഴോ കേട്ടിട്ടുണ്ട്. ഒരു വശം തളർന്നു പോയിരുന്നു ആ പട്ടക്കാരൻ്റെ. ഒരു പഴന്തുണിക്കെട്ട് പോലെ ഒരു പഴയ മെത്തയിൽ കിടക്കുമ്പോൾ ആത്മാവിൽ നിന്ന് എഴുന്നേൽക്കാനാകാത്ത ആൻഡ്രൂസ് അച്ഛൻ പാടുകയാണ്. ആരും കേട്ടിട്ടില്ല പാട്ട്. പിന്നീട് ആ പാട്ട് വല്ലാത്തൊരു നിധി പോലെ. അദ്ദേഹം അവിടെ കിടന്ന് പാടുന്നത്, എത്ര മധുരമവൻ
നാമമെനിക്കു പാർത്താൽ ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു. അങ്ങനെയാണ് പാട്ടുണ്ടാകുന്നത്. രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. രോഗം ബാധിച്ച ശരീരവുമായി അന്നത്തെ കാലത്ത് അതിന് മരുന്നൊന്നും ഇല്ലല്ലോ. സ്ട്രോക്ക് വന്ന് തളർന്ന ഒരാളാണ് പാടുന്നത്. വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. പിന്നീടാണ് അതിന്റെ പല്ലവി ഉണ്ടാകുന്നത്. എങ്ങനെ? യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എൻ്റെ ദൈവമേ എന്നെ കടാക്ഷിക്കണമേ. എൻ്റെ ദൈവമേ എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ദൈവമേ എന്നെ മറന്നു കളയരുതേ. സങ്കീർത്തനം നാം രണ്ടായി മുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 2 വരികൾ വിഷാദങ്ങളിൽ മുങ്ങിയിട്ട് എത്രത്തോളം ആത്മാവിൻ്റെ പാതിരാത്രി. അതിൽ നിന്ന് മറികടക്കാൻ, അതിനെ ഓവർകം ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ. എൻ്റെ അപ്പാ. ചങ്കുലഞ്ഞുള്ള വിളികളൊന്നും അല്ലേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. പുറപ്പാട് 3 അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു എന്നാണ്. ദൈവം അവരെ ഓർത്തു, ദൈവം അവരെ അറിഞ്ഞു. ഞാൻ പറയും, ദൈവം ഇന്ന് രാത്രിയിലും ഒരാളെ ഓർക്കാനുള്ള ഐഡന്റിറ്റി കാർഡാണ് ഒരാളുടെ നെടുവീർപ്പ്. നെടുവീർപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തേക്കുള്ള കരച്ചിലിൻ്റെ പേരാണ് നെടുവീർപ്പ്. ഇവിടെ ഇരിപ്പുണ്ടാവും, ശ്രദ്ധിച്ചാൽ കേൾക്കാം. അകത്തേക്കുള്ള കരച്ചിലിൻ്റെ പേരാണ് നെടുവീർപ്പ്. ദൈവം ഒരാളെ ഓർക്കാനുള്ള ഐഡന്റിറ്റി കാർഡാണ് ഒരാളുടെ നെടുവീർപ്പ്. നിസ്സഹായതയുടെ പാരമ്പര്യത്തിലാണ് ഈ നെടുവീർപ്പുണ്ടാവുന്നത്. ആരോട് പറയും അല്ലേ? ഇസ്രായേൽ മക്കൾ നിലനിൽപ്പിന് വേണ്ടി നിലവിളിച്ചു ആദ്യകാലത്ത്. കുറെ കഴിഞ്ഞപ്പോൾ ഇറച്ചിയില്ലേ മീനില്ലേ എന്നൊക്കെ പറഞ്ഞ് നില മറന്നു നിലവിളിച്ചു. അത് ഏറ്റില്ല. നിലനിൽപ്പിൻ്റെ നിലവിളി ദൈവം രജിസ്റ്റർ ചെയ്യും. നില മറന്ന് നിലവിളിക്കുന്നത് രജിസ്റ്റർ ചെയ്യത്തില്ല. 2 നിലവിളിയുണ്ട് അവരുടെ ചരിത്രത്തിൽ. ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ഈ വചനത്തിൻ്റെ 3-ാം ഭാഗം എടുക്കൂ. എത്രത്തോളം എന്ന് പറഞ്ഞു തുടങ്ങിയ ആളാണ്. ആ 2 കൈയും മലർത്തിയാണ് ദാവീദ് പറയുന്നത് എത്രത്തോളം. പക്ഷെ കരങ്ങൾ ചങ്കോട് ചേർത്ത് എൻ്റെ ദൈവം എന്നാണ് ഇപ്പം പറയുന്നത്. ഇനി ഒന്നുകൂടെ പറയുന്നുണ്ട് അദ്ദേഹം. 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമോ? ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, ആനന്ദിക്കും. ബാക്കി ഞാനവന്. നിങ്ങൾ എന്നെ നോക്കൂ. ഈ 5ഉം 6ഉം വാക്യങ്ങളിൽ ആവർത്തിക്കുന്ന കാലം ഏതെന്നറിയാം? ഞാൻ പാട്ടുപാടും അവന്, ഞാൻ ആനന്ദിക്കും. ഇതേത് കാല? ഭൂതമാണോ, വർത്തമാനമാണോ, ഭാവിയാണോ? ഏതാണ്? ഭാവിയാണ്. ഞാൻ ഇവിടെ നിന്ന് മാവേലിക്കരയ്ക്ക് പോകും അല്ലേ? പാട്ടുപാടും. ഭാവിയുടെ മധുരമറിഞ്ഞ ജീവിതം എന്ന് വിളിക്കാം. നിങ്ങളൊന്ന് നോക്കിക്കേ, എങ്ങനെ തുടങ്ങിയ മനുഷ്യനാ? എത്രത്തോളം അങ്ങനെ തുടങ്ങിയ ആളാണ് എൻ്റെ തമ്പുരാനേ എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ക്യാരക്ടർ മാറി, മൂഡ് മാറി.
അദ്ദേഹം പറയുകയാണ്, ഞാൻ അവന് പാട്ട് പാടും, ഞാൻ ആനന്ദിക്കും. ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഈ സങ്കടങ്ങളൊക്കെ നിൽക്കുക, ഈ മുറിവുകളൊക്കെ നിലനിൽക്കുകയാണ്, ഈ വേദനയൊക്കെ നിൽക്കുക. പക്ഷെ ഒരു ഭക്തന് മാത്രമേ പറയാൻ പറ്റൂ, നാളെ നോക്കിക്കൊണ്ട് എനിക്കൊരു നന്മ വരും. ലോകത്താർക്കും പറ്റില്ല. ഒറ്റ വഴിയേ ഉള്ളൂ. എത്രത്തോളം എന്നുള്ള അവസ്ഥയെ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ, അപ്പാ എനിക്കൊരു നന്മയുണ്ടാവും, ഞാനവന് പാട്ട് പാടും. അതൊരു ക്വാളിറ്റി സെൽഫ് ടോക്കാണ്. പ്രയർ ഈസ് എ ക്വാളിറ്റി സെൽഫ് ടോക്ക്. ഹന്ന കുഞ്ഞിന് വേണ്ടി നൊന്ത് നീറിക്കരഞ്ഞില്ലേ അവൾ 1 ശമൂവേലിൽ 1. പക്ഷെ അവൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇങ്ങനെയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവൾ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയിട്ടില്ല. അവൾ പറയാണ്, അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ. അതൊരു ഭാവിയാണ്. ഭാവിയുടെ മധുരം രുചിച്ചിട്ട് അവൾ പറയുകയാണ്, കൊള്ളാം നാളെ. മറിയം പറഞ്ഞതെന്താ? ഇടനെഞ്ചിൽ ഒരു മണവാട്ടിയുടെ ഇടനെഞ്ചിൽ വാള് കയറുകയാണ്, കണ്ണീര് പെയ്യുകയാണ്. അവൾ പറഞ്ഞു, സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന്. ഓ പറയൂ, എന്നെ പറഞ്ഞാലും ഒന്നും മിണ്ടുക. സകല തലമുറകൾ എന്നെ ഭാഗ്യവതിയെന്ന് ഞാൻ കേട്ടില്ല. വാഴ്ത്തും. ഏത് കാലമാണ്? ഭാവി. അത്രയേ ഉള്ളൂ. ഈ പുസ്തകത്തിലുണ്ടത് ഒത്തിരി ഉണ്ട്. നാളത്തെ മധുരത്തെ ഇന്നേ രുചിക്കുകയാണ്. God has planned a calendar for each one of us at the right time in our life. But he does not share his calendar with us. തമ്പുരാൻ നമുക്കൊരു കലണ്ടർ അവിടെ ഇട്ടിട്ടുണ്ട്, പക്ഷെ കലണ്ടർ നമ്മളെ കാണിക്കില്ല. എന്നിട്ട് തമ്പുരാൻ പറയാണ്, മക്കളെ കലണ്ടർ നിനക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, എൻജോയ് ദ സർപ്രൈസ്. അല്ലേ? എൻജോയ് ദ സർപ്രൈസ്. അതുകൊണ്ടാണ് നാളെ ഞാൻ പാട്ട് പാടും. ഇപ്പം ഇന്നിവിടെ ഇരിക്കുമ്പോൾ വേദനയുള്ളവരുണ്ട്. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഇടനെഞ്ചിൽ വേദനയുടെ മിന്നലാട്ടം. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഹൃദയത്തിൽ സങ്കടത്തിൻ്റെ കണ്ണീർ. പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് പറയാം, അപ്പാ എനിക്കൊരു നന്മയുണ്ടാവും, എനിക്കൊരു നന്മയുണ്ടാകും. കവി പാടിയിട്ടുണ്ട്, 2 അർദ്ധഗോളങ്ങളെ പിഞ്ചികാചലനത്താൽ 2 കണ്ണുകളാക്കിയ മഹാശില്പി. 2 അർദ്ധഗോളങ്ങളെ പിഞ്ചികാചലനത്താൽ, മനസ്സിലാവുന്നില്ലേ? 2 കണ്ണുകളാക്കിയ മഹാശില്പി ഒരു കണ്ണുനീർത്തുള്ളിയെ ഒന്നിലും മറുതട്ടിൽ ഒരു സ്വപ്നത്തിൻ പുഷ്പരേണുവും നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ, കണ്ണുനീര് ഒരു സൈഡിൽ കൂടെ വീഴുമ്പോൾ തന്നെ മറുവശത്ത് സ്വപ്നത്തിന്റെ പുഷ്പരേണുക്കൾ. ഒരു കണ്ണുനീർത്തുള്ളിയെ ഒന്നിലും മറുതട്ടിൽ ഒരു സ്വപ്നത്തിൻ പുഷ്പരേണുവും നിക്ഷേപിച്ചു. ആ സങ്കീർത്തനം നമ്മൾ അടച്ചു വെക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹൃദയം തുറന്നു വെക്കുകയാണ്, ദൈവമേ ഇതൊക്കെ നന്മയ്ക്കാവും. ഞാൻ എന്നോടാ പറയുന്നത്. ഞാനും നിങ്ങളും തമ്മിൽ ഒരു ഭേദവുമില്ല. നമ്മളെല്ലാം ഒരുപോലെ ഉരുകുന്ന നേരങ്ങളുണ്ട് എപ്പോഴൊക്കെയോ, ചെയ്തതിനും ചെയ്യാത്തതിനും ഒക്കെ. അപ്പൊ നമുക്ക് പറയാം, എത്രത്തോളം വേണ്ട കുഞ്ഞേ എൻ്റെ അപ്പാ. എന്നിട്ട് പറയാം, നാളെ ഒരു ദിവസം എനിക്കുള്ളതാണ്, അല്ലേ? അതുകൊണ്ട് സന്തോഷത്തോടെ ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഒരു ഞരക്കം മാത്രമാണ് ഇവിടെ ഉള്ളത്. ശബ്ദമുയർത്തിപ്പാടാം. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. 13-ാം സങ്കീർത്തനം ഒരൗഷധമാണ്. നമ്മുടെ കണ്ണീർ പാടങ്ങൾക്ക് മീതെ ഒരു ചാറ്റൽ മഴ പോലെ വാഗ്ദാനങ്ങളുടെ തങ്കനൂലിഴ കൊണ്ട് നമ്മെ ചേർത്ത് പിടിക്കുന്ന
ഒരു ചെറു പുസ്തകം 13-ാം സങ്കീർത്തനം വായിക്കണം, ബലപ്പെടണം, അത്രമാത്രം.